കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും മികച്ച ചലച്ചിത്ര താരത്തിനുള്ള അവാർഡ് നേടിയ ഒരു മലയാളി അഭിനേത്രിയായി അപർണ ബാലമുരളി. അവര് പിന്നീട് അവാർഡ് ലഭിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴുള്ള അനുഭവത്തെ കുറിച്ച് വിമർശനപരമായിട്ട് അവർ ഒരു അഭിപ്രായ പ്രകടനം പരസ്യമായി നടത്തുകയുണ്ടായി. അതിങ്ങനെ അവാർഡ് വാങ്ങി തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ മാധ്യമ പ്രവർത്തകർ ആകെ വളഞ്ഞു. മാധ്യമ പ്രവർത്തകർ ഇപ്പൊ വളയുകയാണ് ചെയ്യുക, അതാണ് ഒരു രീതി. പക്ഷേ അവര് അവാർഡിനെ കുറിച്ചോ അവാർഡിന് അർഹത നേടിയ കഥാപാത്രത്തെ കുറിച്ചോ അത് അവതരിപ്പിക്കുമ്പോഴുള്ള വെല്ലുവിളിയെ കുറിച്ചോ ഇന്ത്യയിലെ ചലച്ചിത്ര രംഗത്തെ കുറിച്ചോ ഒന്നും ചോദിച്ചില്ല. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല. വളരെ നിരാശയോടുകൂടി ആ കലാകാരി പറഞ്ഞത്, ഈ വളഞ്ഞ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്, നിങ്ങൾക്ക് 27 വയസ്സായില്ലേ, എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്, നിങ്ങൾക്ക് പ്രേമമുണ്ടോ, നിങ്ങൾക്കൊരു ക്രഷ് പോലും ഇല്ലേ, ഇതൊക്കെയാണ് ചോദിച്ചത്. ഇതാണ് സമകാലിക മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു മുഖം. അതിൽ നിന്ന് അധികം വ്യത്യസ്തമല്ലാത്ത മറ്റൊരു മുഖമാണ് ഒരു ഡോക്ടറെ ചികിത്സയിലിരിക്കെ കുട്ടി മരിച്ച ഒരു ആൾ, മരിച്ച കുട്ടിയുടെ രക്ഷിതാവ് വെട്ടി പരിക്കേൽപ്പിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. കുറച്ചു നാൾ മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ ചികിത്സയിൽ പിഴവ് ആരോപിച്ചിട്ടാണത്. പക്ഷെ ആ ചികിത്സയിലെ പിഴവല്ല മരണകാരണം എന്നാണ് പിന്നീട് മനസ്സിലാവും. എന്തും ആവട്ടെ, കുട്ടി മരിച്ചപ്പോഴുള്ള മാനസികാവസ്ഥയിൽ ഒരു പിതാവ് ഇങ്ങനെ ഒരു അക്രമം കാണിച്ചു. അതിനെ നമുക്ക് ആ തലത്തിലൊക്കെ കാണാം. അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. കേസ് അതിന്റെ വഴിക്ക് പോട്ടെ. പോലീസ് അദ്ദേഹത്തെ പിടികൂടി അറസ്റ്റ് ചെയ്തു. ജീപ്പിൽ കയറ്റാൻ നേരത്ത് അവിടെയും വളഞ്ഞ മാധ്യമ പ്രവർത്തകരിൽ ഒരാളുടെ ആദ്യത്തെ ചോദ്യം അഥവാ ഏക ചോദ്യം, ഈ വെട്ട് നിങ്ങൾ ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. ഈ 2 ചോദ്യത്തിലുണ്ട് മലയാള മാധ്യമ പ്രവർത്തനം നേരിടുന്ന വർത്തമാനകാല പ്രതിസന്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഖ്യാതനായ എഴുത്തുകാരൻ NS മാധവന്റെ തിരുത്ത് എന്ന കഥ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും പലരും ഓർമ്മിക്കുന്ന ഒരു കഥയാണ്. കഥ വായിച്ചിട്ടുള്ളവരായിരിക്കും ഇരിക്കുന്ന എല്ലാവരും. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം ചുള്ളിയാട്ടെന്ന വയോധികനായ മാധ്യമ പ്രവർത്തക എഡിറ്റർ തർക്കമന്ദിരം തകർത്തു എന്ന് തയ്യാറാക്കിയ വാർത്ത വിറയാർന്ന കൈകൾ കൊണ്ട് തർക്കമന്ദിരം വെട്ടിമാറ്റി അവിടെ ബാബറി മസ്ജിദ് എന്ന് എഴുതി ചേർക്കുന്നതാണ് കഥ. ആ കഥ വായിച്ച് വലിയ ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മലയാള പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്? കഥയിൽ നിന്ന് കാര്യത്തിലേക്ക് വന്നാൽ 1992 ഡിസംബർ മാസം 7-ാം തീയതി ഇറങ്ങിയ മലയാള മനോരമ പത്രത്തിന്റെ തലക്കെട്ട്, താഴികക്കുടങ്ങൾ തകർത്തു, കല്യാൺ സിംഗിനെ പുറത്താക്കി. എന്തിന്റെ താഴികക്കുടം? പല വിമർശനങ്ങൾ ഉന്നയിക്കാം. താഴികക്കുടങ്ങൾ തകർത്തു പറഞ്ഞാൽ ബാക്കിയൊക്കെ ഭദ്രാണ് എന്നൊരർത്ഥത്തിലുണ്ട് അല്ലെ? മലയാളം അങ്ങനെയാണ്. എന്തിന്റെ താഴികക്കുടം? തുടർന്ന് വാർത്തയിലേക്ക് വന്നാൽ വാർത്തയിൽ പരാമർശിക്കുന്നതെല്ലാം തർക്കമന്ദിരമാണ്. തർക്കമന്ദിരം വെറും മന്ദിരം എന്നും എഴുതിയിട്ടുണ്ട്. തർക്കമന്ദിരമെന്നും മന്ദിരമെന്നും എല്ലാം എഴുതിയിട്ടും ബാബറി മസ്ജിദ് എന്ന ഒരു വാക്ക് ആ മലയാള മനോരമ വാർത്തയിൽ കാണുന്നുണ്ട്. മാതൃഭൂമിയുടെ തലക്കെട്ട് കുറെ കൂടി ചിന്തോദ്ദീപകമാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് അന്നേ ദിവസം, കർസേവകർ തർക്കമന്ദിരം വ്യാപകമായി കേടുവരുത്തി. തകർന്നു പോയിട്ടൊന്നുമില്ല, കേടുണ്ട്. ഏത്? തർക്കമന്ദിരം. മനോരമ വാർത്തയിൽ പിന്നീട് വരുന്ന ഒരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്: താഴികക്കുടങ്ങൾക്ക് മുകളിൽ കയറിയ കർസേവകർ പ്രവർത്തന നിരതരായി. അതാണ് മലയാളം നന്നായി അറിയുന്നവരല്ലേ. ബാബറി മസ്ജിദ് അടിച്ചു പൊളിച്ച സംഭവത്തെ കുറിച്ച് മനോരമ എഴുതിയത്, താഴികക്കുടങ്ങൾക്ക് മുകളിൽ കയറിയ കർസേവകർ പ്രവർത്തന നിരതരായി എന്നാണ്. കേരളമോദിക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല, തർക്കമന്ദിരം തകർത്തു എന്ന് തന്നെ എഴുതി. ചൂണ്ടിയായിട്ട് ചിലപ്പോൾ കേരളമോദി കണ്ടിട്ടാണോ മറ്റേ NS മാധവൻ കഥ എഴുതിയത് എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് NS മാധവന്റെ ഒരു കഥ മാത്രമല്ല, അത് ആ കാലത്തിന്റെ നേർക്ക് പിടിച്ചൊരു കണ്ണാടിയാണ്.